നമ്മളിന്ന് വളരെ സാഡ് ആയിട്ടുള്ള ന്യൂസാണ് കണ്ടത് കേട്ടോ. അതായത് 23 വയസ്സുള്ള കോതമംഗലം സ്വദേശിയായ സോന അന്തരിച്ചിരിക്കുകയാണ്. അതായത് മരിച്ചു, തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ആൺസുഹൃത്തുക്കൾ ഒരുപാട് മതം മാറാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്ന് പറയുന്നത്. ഒരിക്കലും ഒരാളെയും മതം മാറാനല്ല, ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല. ഇത് സ്വതന്ത്ര ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? അവർക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ ജീവിക്കാനാണ് ഈ സ്വാതന്ത്ര്യം നമ്മളെ പൂർവികര് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പ്രേമിച്ചു എന്നും പറഞ്ഞിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചാലേ കല്യാണം കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അവരെ പിന്നാലെ പോകേണ്ട ഒരു കാര്യം ഈ കുട്ടിക്ക് ഇല്ല, ഒരു കുട്ടികൾക്കും ഇല്ല. സത്യം പറഞ്ഞാൽ 23 വയസ്സായിട്ടുള്ളൂ. ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഈ നിമിഷത്തിൽ നിങ്ങൾ ഈ പ്രേമിച്ചിട്ട് നിങ്ങൾ കളയുന്ന നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, അതിന് എന്ത് വില നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, അവർക്കൊക്കെ എന്ത് വില നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ഒരു ഏതോ എത്ര ദിവസം കണ്ട ഒരു പരിചയം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കണ്ട പരിചയത്തിന്റെ പിന്നാലെ ഒരുത്തൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തം ജീവൻ ഒടുക്കില്ല കുട്ടി. ഇനി ഒരാളും ഇങ്ങനെ ചെയ്തു പോരുത് മക്കളെ. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ അച്ഛനമ്മയെ നിങ്ങൾ ചിന്തിക്കൂ, അച്ഛനമ്മയെ കുറിച്ച് ആലോചിക്കൂ. നിങ്ങളെ വളർത്തി വലുതാക്കി ഡിഗ്രി വരെ പഠിപ്പിക്കണമെങ്കിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അവരുണ്ണാതെയും ഉടുക്കാതെയുമായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം ചെയ്തിട്ടുണ്ടാവുക. മോളുടെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഈ സോന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഒരു വർഷം പോലും ആയിട്ടില്ല, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. കുറച്ച് ദിവസങ്ങളാകുമ്പോൾ തന്നെ ഈ റമീസ്, പറവൂരിലെ സ്വദേശി റമീസിന്റെ കുടുംബക്കാർ വന്നിട്ട് ഇവരുടെ വീട്ടിലെന്ന് പറയുകയാണ്, മതം മാറിയാൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അച്ഛൻ മരിച്ചിട്ട്. അപ്പോ ആ കുട്ടിയുടെ ബ്രദർ, അവനും അത്ര പ്രായമായവെന്ന് തോന്നുന്നില്ല, അവൻ പറഞ്ഞു ഓക്കെ, എന്റെ പെങ്ങള് തട്ടോട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് വീട്ടിലേക്ക് വന്നാലും കുഴപ്പമില്ല, അവള് മതം മാറും, പക്ഷെ എന്റെ അപ്പച്ചന്റെ ആണ്ടൊന്ന് കഴിഞ്ഞോട്ടെ. ഒരു വർഷം ഈ വരുന്ന നവംബറിലൊക്കെയാണ് തോന്നുന്നു ആണ്ട് വരുന്നത്. ഈ നവംബർ ആക്കോട്ടെ, ഞാൻ എന്നിട്ട് നമ്മൾക്കത് വേണമെങ്കിൽ അവൾ മതം മാറിക്കോട്ടെ, എന്നൊരു കല്യാണം കഴിച്ചത് അവൾ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. മനസ്സിലായില്ലേ? ഇത് ന്യൂസിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഈ കുട്ടി ലെറ്റർ എഴുതി വെച്ചിട്ടാണ് മരിച്ചു പോയിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതി ഈ റമീസ് എന്ന് പറയുന്ന അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവന്റെ അമ്മ തിരിച്ച് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മ വീട്ടു ജോലിക്ക് പോകുന്ന ആളാണ്. നമ്മൾക്ക് തന്നെ അറിയാം, വീട്ടു ജോലിക്ക് വരുന്നവര് വീട്ടിലൊന്ന് ഫോണെന്ന് സംസാരിച്ചിരിക്കണം, നമുക്ക് ദേഷ്യം വരും. അപ്പൊ അവർ 1:45 ഇവര് ഫോൺ എടുത്ത് നോക്കിയിരിക്കുന്നത്. അതായത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ മിസ് കോള് കിടക്കുന്നു, അതായത് റമീസിന്റെ അമ്മയുടെ മിസ് കോള് കിടക്കുന്നു. അപ്പൊ അവര് നേരെ റമീസിന്റെ അമ്മനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ മോള് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഞാനത് നിങ്ങൾക്ക് തിരിച്ചയച്ചിട്ട് നിങ്ങൾ എടുത്ത് നോക്കുന്ന പറഞ്ഞപ്പോഴാണ് ഈ ലെറ്റർ കണ്ടത്. ഈ ലെറ്റർ കണ്ടത് തന്നെ ആ അമ്മ പേടിച്ചു. അടുത്തുള്ള ഒരു കുട്ടിയെ വിളിച്ചു പറഞ്ഞു നോക്കാൻ വേണ്ടി. ആ കുട്ടിക്ക് പേടിയായിട്ട് നോക്കാൻ പോയില്ല. അത് കഴിഞ്ഞ അമ്മ അവിടെ ഒന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായല്ലേ? അപ്പോ നമുക്ക് ആദ്യം ഒന്ന് ഈ കുട്ടിയുടെ ലെറ്റർ ഒന്ന് കണ്ടു നോക്കാം. ലെറ്റർ എഴുതി വെച്ചിരിക്കുകയാണ്. ലെറ്റർ എഴുതി വെച്ചിട്ടാണ്, വൃത്തിയായിട്ട് എന്നെ മതം മാറ്റാൻ ശ്രമിച്ചു, മതം മാറ്റാൻ വേണ്ടി പ്രേരിപ്പിച്ചു, അത് കാരണമാണ് റമീസ് ഞാൻ മരിച്ചു പോകുന്നത്. മതഭ്രാന്തൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റമീസിനെ. കാരണം ഈ കുട്ടി പറയുന്നുണ്ട്, സമ്മതിച്ചതാണ്, ഞാൻ മതം മാറാ, നമുക്ക് കല്യാണം കഴിക്കാം, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സമ്മതിച്ചു തന്നെയാണ്. പക്ഷെ വീണ്ടും 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 ഈ കുട്ടിനെ ടോർച്ചർ ചെയ്തിട്ട് എന്താ പറയാ, ആ ഒരു സമയം കൊടുക്കാതെ മതം മാറാൻ ആ കുട്ടി സമ്മതിച്ചു തന്നെയാണ്. പക്ഷെ ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പോലീസുകാർക്ക്. ഒരു ലോഡ്ജിൽ വെച്ച് ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഈ കുട്ടി വ്യക്തമായിട്ട് അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു. ഇവരെ വീട്ടുകാരെ മറച്ചു വെച്ചു. അത് ഇവരുടെ ബ്രദർ അത് പറയുന്നുണ്ട്. ഇമ്മോറൽ ട്രാഫിക്കിനായിട്ട് അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവളത് അറിഞ്ഞു. അതായത് ഈ സോന എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ പയ്യന്റെ ഇമ്മോറൽ ട്രാഫിക്കിന് വേണ്ടി അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞു. അവരുടെ വീട്ടുകാരെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൾ പോയി പറഞ്ഞു, ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തവൻ തന്നെയല്ലേ അവൻ, അല്ലാണ്ട് വലിയ പുണ്യാളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മതം മാറാനൊന്നും പറ്റില്ല, എനിക്ക് മതം മാറാൻ എന്റെ മതത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാരേജ് ചെയ്യാം, അതും നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞു. ബ്രദർ ആദ്യമേ പറഞ്ഞു, ഇവര് വീട്ടിലൊന്ന് പറഞ്ഞു, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ആചാരം പോലെ ചെയ്തോളൂ, ഞങ്ങളുടെ ആചാരം പോലെ ചെയ്യാന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്നിവർ ആദ്യമേ പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഈ കുട്ടിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിക്കാണ് ഇതിനെക്കുറിച്ച് എല്ലാം നന്നായിട്ട് അറിയുന്നത്, വ്യക്തമായിട്ട് അറിയുന്നത് കൂട്ടുകാരിക്കാണ്. ആ കൂട്ടുകാരുടെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. അവസാന നിമിഷം റമീസ് പിന്മാറിയെന്നും സുഹൃത്തും സഹോദരനും പറഞ്ഞു.
ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ അതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. റമീസിൻ്റെ കൂടെ പോയി. അപ്പോഴത്തേക്കും പോയി വീട്ടിലേക്ക് പോയത് രാത്രി 8:30-9 മണി ആയപ്പോഴത്തേക്കും എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക, അങ്ങനെ ആൾക്കാന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കും എന്നെ. മൂവാറ്റൂടെ വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കുകയും തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇത് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം, അതായത് ഈ കുട്ടി, ഈ സോണ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ കുട്ടിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ ഇപ്പൊ ഇവളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. സുഹൃത്തിന്റെ വീട്ടിൽ സുഹൃത്തിന്റെ ഒരു ചെറിയ കുട്ടിയുണ്ട്, 10 മാസം പ്രായമുള്ള കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയായിരുന്നു ആ കുട്ടിയുടെ അടുത്തേക്ക്. മനസ്സിലായില്ലേ? അപ്പോ അവിടെ പോയപ്പോഴാണ് റമീസ് നമ്മൾക്ക് മാരേജ് കഴിക്കാം, അതായത് രജിസ്റ്റർ മാരേജ് കഴിക്കാം, വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് റമീസ് ഇവളെ കബളിപ്പിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൊണ്ടുപോയതിനു ശേഷം വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഇവര് പറഞ്ഞത്. അതെ, നമുക്ക് ബാക്കിയുള്ള കൂടി കണ്ടു നോക്കാം. പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കുകയും തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നിട്ട് അടിച്ചെന്ന് ചോദിച്ചു. അപ്പഴത്തേക്ക് ചോദിച്ചടാ, നീ എങ്ങനെ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോൾ അവൾ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഒരു വർഷം കഴിയുമ്പോൾ ജാതി മാറി കല്യാണം, ഇവിടെ എൻഗേജ്മെന്റ് പരിപാടി ഞങ്ങളുടെ അവരുടെ രീതിക്ക് കല്യാണം അവിടെ. അപ്പോ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ കുട്ടി നന്നായി മർദ്ദിച്ചിട്ട് പൊന്നാനിക്ക് വണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ വീട്ടുകാരുടെ അടുത്തൊന്നും നമുക്കിപ്പൊ പറയേണ്ട കാര്യമില്ല, നീ പൊന്നാനി പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വരിക, എന്നിട്ട് നമ്മൾക്ക് കല്യാണം കഴിയാം, എന്നിട്ട് പിന്നെ നീ വീട്ടിലേക്ക് പോകാനും പറ്റില്ല. മനസ്സിലായില്ലേ? ഈ പൊന്നാനിയിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് അറിയുന്നത്. ഇവര് പൊന്നാനി നേരത്തെ കണ്ടിട്ടൊന്നും എനിക്കറിയില്ല. പൊന്നാനിക്ക് പോണതിന് മുന്നേ ഈ കുട്ടിയുടെ പൂർണ്ണ സമ്മതം വേണം. അവരവിടെ പോയി ചോദിക്കുന്നത് കുട്ടിയുടേതാണ്, അല്ലാതെ കൊണ്ടുവന്ന ആൾക്കാരുടെ അടുത്തല്ല. പൊന്നാനിൽ വ്യക്തമായിട്ട് ചോദിക്കും, കുട്ടി നിനക്ക് വന്നത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ, നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടോ, നിനക്ക് മതം മാറാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം പൊന്നാനിലുള്ള ആൾക്കാർ ചോദിക്കും. സപ്പോസ് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാരെ ഇൻഫോം ചെയ്ത് അവരായിരിക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. മനസ്സിലായില്ലേ? അത് വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി അവരെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അച്ഛനല്ല അമ്മയല്ല വേറെ ആര് വന്നാലും അവർ കാണാൻ കഴിയില്ല. ഈ കൊണ്ടുപോയ വ്യക്തി തന്നെ വേണം അവരെ തിരിച്ചു വിളിച്ചിട്ട് വരാം. ഈ പൊന്നാനിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾ വേറെ ഒന്ന് ചെയ്യാം കേട്ടോ, പൊന്നാനി മാത്രം ഉണ്ടാക്കിയിട്ട്. അതായത് പൊന്നാനിയിൽ കൊണ്ടുപോയിട്ട് വിളിച്ചിട്ട് പോവാത്ത ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും പൊന്നാനി കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊന്നാനിയെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ പൊന്നാനി നമ്മളൊരു ഇതാക്കി പറയല്ല, അതായത് ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. ഇപ്പൊ ഇത് ലവ് ജിഹാദിനെ പോലെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അല്ല, ഈ റമീസ് എന്ന് പറഞ്ഞ പയ്യൻ അത്രയും ടോർച്ചർ ചെയ്തിട്ട്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹം, സത്യമായിട്ടുള്ള ഒരു സ്നേഹമാണെങ്കിൽ ഇതിൽ ജാതി മതം കുലം ഇതൊന്നും നോക്കില്ല. ഇതൊന്നും നോക്കാതെ, ഇത് അറിയാലോ ഇതൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെന്നുള്ള കാര്യം അറിയാലോ. ഇവൻ അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ഇതിലേക്ക് ഇതാകില്ല? അപ്പൊ ക്രിസ്ത്യനിലേക്ക് മാറാന്ന് ഈ പെൺകുട്ടി പറഞ്ഞാൽ ഇവൻ സമ്മതിക്കുമോ? അത് ചിന്തിച്ചു നോക്കിയാൽ മതിയല്ലോ. ഇവൻ ഇങ്ങോട്ട്, ഈ പെൺകുട്ടി പറയാണ്, റമീസെ നമുക്ക് എന്റെ ഇതിലേക്ക് വരൂ, നിങ്ങൾ എന്റെ ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് റമീസ് സമ്മതിക്കില്ല? അത് എന്തുകൊണ്ട് ആൺകുട്ടികൾ ചില അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അതെന്തുകൊണ്ട് സമ്മതിക്കില്ല? അതെന്തിനു ഈ പെണ്ണുങ്ങളെ എന്തിനാണ് ടോർച്ചർ ചെയ്ത് മാറ്റണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവരുടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു ടോർച്ചർ ചെയ്ത് നമ്മൾ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. വേറെ കാര്യം, ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ജീവിത രീതിയാണ്, ജീവിക്കാൻ പഠിപ്പിച്ചിട്ടാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാമിലേക്ക് വെറുതെ പൊന്നാനി പോയി 2 മാസം ഇരുന്ന് കുറച്ച് നിസ്കാരവും കുറച്ച് നോൽമെടുക്കലും കുറച്ച് സുഹൃത്തും കുറച്ച് ഫാത്തിയും സുഹൃത്തും കുറച്ച് നിസ്കരിക്കുമ്പോ സംഭവം പറയുന്ന അത്തയ്യാത്തും മറ്റേ എന്താ പറയാ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? വെറുതെ ഇപ്പൊ ഇവരെല്ലാവരും വിചാരം പൊന്നാനി പോയി തലയിൽ ഒരു തട്ട് വിട്ട് കഴിഞ്ഞാൽ മുസ്ലിമായി എന്നാണ്. അങ്ങനെയല്ല ഇസ്ലാം. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ല. ഇസ്ലാമിന്റെ രീതിയെ വേറെയാണ്. ഇസ്ലാം ഇതിനെല്ലാം കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനത്തെ കുറിച്ച് നല്ലോണം ഒരു ആയത്തും ഒരു സൂറത്തും എല്ലാം അതിനെ കുറിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാതെയാണ് ഇവർ ഈ പരിപാടിക്ക് നിൽക്കുന്നത്, ഈ പണിക്ക് നിൽക്കുന്നത്. വെറുതെ നാട്ടുകാരെ മുന്നിൽ കാണിക്കാൻ. ഒരു ക്രിസ്ത്യൻ യുവതിയായിരുന്നു, ആ യുവതിയെ ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവന്നു, ഞങ്ങൾ മുസ്ലിമാക്കി, പുതിയ മുസ്ലിമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വേണ്ടേ, പടച്ചോൻ പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ, അതായത് പടച്ചോനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മതം മാറ്റുന്നതെങ്കിൽ ഈ രീതി തെറ്റാണ്. അങ്ങനെ ആര് മാറ്റാൻ നോക്കില്ല. അവർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എത്തില്ല. അതുകൊണ്ട് ഞാൻ പറയണത്
പടച്ചോനെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ പടച്ചോനെ സ്നേഹിച്ചിട്ടാണ് പടച്ചോൻ പറഞ്ഞ പോലെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റില്ല. നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റില്ല ഇസ്ലാമിലേക്ക്. അത് നിർബന്ധിച്ച് മതം മാറ്റിയിട്ട് ഉള്ള 5 വഖത്ത് നിസ്കരിക്കണം. 5 വഖത്ത് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? 5 നിസ്കരിക്കാൻ അറിയണം. അത് കറക്റ്റായിട്ട് പിൻപറ്റി കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമായിട്ട് ജനിച്ചവർക്ക് തന്നെ അത് പിൻപറ്റി ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പുതിയതായിട്ട് വരുന്നവർക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാം പറഞ്ഞ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവരുടെ വീട്ടുകാർ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഈ റമീസിന്റെ വീട്ടുകാർ ഒരുപാട് ഈ കുട്ടിനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈ കുട്ടിന്റെ സോനനെ ഭയങ്കര ടോർച്ചർ ഒരുപാട്. അതായത് 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് സ്വന്തമായിട്ട് ആലോചിക്കാനും തീരുമാനം എടുക്കാനും ഒരു കഴിവില്ലാതെയായി പോയി. അതെ, മനസ്സിലായില്ലേ? ഞാൻ എന്താ പറയാ, ആ കുട്ടി ആലോചിക്കുന്ന എനിക്ക് സങ്കടമാണ്. കുട്ടി കണ്ണടച്ച് വിശ്വസിച്ചു പോയി ഇവനെ എന്നുള്ള ആ ഒരു ഇതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവൻ ഇങ്ങനെ ഒരു ഇമ്മോറൽ ട്രാഫിക്കില് കുടുങ്ങുന്നോ അതൊന്നും ഈ കുട്ടി മനസ്സിലാക്കി അറിഞ്ഞിട്ട് പോലും ആ കുട്ടി ശരി കുഴപ്പമില്ല, എനിക്ക് നിന്നെ ഇല്ലാതിരിക്കാൻ പറ്റില്ല, നിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. വ്യാഴാഴ്ച ദിവസം ഈ കുട്ടി ഇവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവന്റെ ആകെ ബറ്റം ഭാവമെല്ലാം മാറി. അവൻ പറഞ്ഞു മതം മാറിയാൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതായത് ഞായറാഴ്ച ദിവസം ഇവന്റെ വീട്ടിൽ കൊണ്ടിട്ട് ഇവളെ മർദ്ദിച്ചു. അതിനുശേഷം വ്യാഴാഴ്ച ദിവസം വരെയും ഇവര് തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച ദിവസം, അതായത് ഞായറാഴ്ച മർദ്ദിച്ചത്, തിങ്കളാഴ്ച ഇവളുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇതിന്റെ മുഖത്ത് എന്താ പാട്, എന്താണ് സംഭവം നോക്കുമ്പോൾ റമീസ് മർദ്ദിച്ചതാണെന്ന് പറയും. ഈ കുട്ടി പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവും. മർദ്ദിച്ചെന്ന് പറയുമ്പോ അവൻ അതിനോട് ഈ കുട്ടി ചോദിക്കും എന്തിനാണ് നീ അവളെ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ മർദ്ദിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും പറയുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല അവൻ. മനസ്സിലായില്ലേ? അതെല്ലാം കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം ഈ കുട്ടി ചോദിച്ചു നമുക്ക് ഇനിയിപ്പോ എന്താണ് രജിസ്റ്റർ മാരേജ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല, നീ മതം മാറും വേണം, മതം മാറിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിൽക്കണം, പിന്നെ നിന്റെ വീടായിട്ടോ നിന്റെ വീട്ടുകാരായിട്ടോ ഒരു ബന്ധവുമില്ല. ഇതിനെ കുറിച്ച് ഞാൻ മതത്തിലൂടെ പറയാം. അതായത് ഒരു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നോ, അവരുടെ അച്ഛനെ കാണാൻ പറ്റില്ല എന്നോ, അമ്മയെ കാണാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ വേറെ ആരെയും കാണാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാതെ അവരുടെ അച്ഛനെ കാണാൻ പറ്റില്ല, അമ്മനെ കാണാൻ പറ്റില്ല, മേമയെ കാണാൻ പറ്റില്ല, മാമനെ കാണാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അവരുടെ ജെൻഡർ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അച്ഛനെ മാറ്റാൻ കഴിയില്ല, അമ്മയെ മാറ്റാൻ കഴിയില്ല. ഇപ്പൊ ഇസ്ലാമില് സ്വീകരിച്ച പെൺകുട്ടികളടുത്ത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ക്രമേണ വീണ്ടും പഴയ രീതിയിൽ പോകുമോ, അല്ലെങ്കിൽ എന്റെ മകനെയും ആ രീതിയിൽ ആക്കുമോ എന്നുള്ള നിർബന്ധിച്ചാക്കണവർക്ക് മാത്രമേ പേടിക്കേണ്ട ഭയമുണ്ട്. നിർബന്ധിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മാറുന്ന ഒരു പെൺകുട്ടിയെ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വിടാം. മനസ്സിലായില്ലേ? അമ്പലങ്ങൾക്കും കൊണ്ടുപോകാം, ചർച്ചിലേക്കും കൊണ്ടുപോകാം, പള്ളിയിലേക്കും കൊണ്ടുപോകാം. അവള് വിളിക്കുന്നത് അള്ളാഹ് എന്നാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ, അതായത് പരസ്പരം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, ഭാര്യ ഭർത്താക്കന്മാര് അണ്ടർസ്റ്റാൻഡ് ഇതിപ്പോ ഭാര്യയും ഭർത്താവല്ല ഇവിടെ ഭാര്യയും ഭർത്താവ് മാത്രമല്ല വിഷയം, അവന്റെ വീട്ടുകാർ ഇതിൽ കുറ്റക്കാരാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ തെളിയണം. അങ്ങനെ തെളിഞ്ഞാൽ ഈ കുട്ടി പറഞ്ഞ സത്യമാണെങ്കിൽ ഇവരുടെ വീട്ടുകാരടക്കം കുറ്റക്കാരാണ്. മനസ്സിലായില്ലേ? ഇവർക്കും ഇല്ലേ വീട്ടില് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇവരിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ഇവരെ മെസ്സേജ് അയച്ചിരിക്കുന്നു ആ കുട്ടിയുടെ അമ്മയ്ക്ക്, എന്നാ ഒന്ന് ഫോൺ ചെയ്ത് പറയാ, അല്ലെങ്കിൽ അവരടുത്തുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അവർക്ക് ഈ വീട് അറിയാം. അവൾ ആ മെസ്സേജ് അയച്ച് എഴുതിയ ടൈമിൽ തന്നെ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആ കുട്ടിയുടെ മരണം നമുക്ക് തടുത്തു നിർത്താൻ കഴിയുമായിരുന്നു. കാര്യമാക്കി എടുത്തില്ല. പേടിപ്പെടുത്താന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ കുട്ടി ഇപ്പൊ മരിക്കുന്നുള്ള കാര്യം അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഞാൻ ഈ മതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടോ, മതത്തില് ഒരിക്കലും നമ്മൾ മതം മാറി എന്ന് വെച്ചിട്ട് നമ്മുടെ അച്ഛനെയോ അമ്മനെയോ നമ്മുടെ കുടുംബത്തിനെ ഒന്നും വിട്ടു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. എപ്പോ വേണേ അവരടുത്ത് പോവാം, അവരടുത്ത് വരാം, അവരെ കാണാം, സംസാരിക്കാം, മിണ്ടാം, അവർക്ക് ഇവിടെ വന്നിരിക്കാം, നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. അതൊന്നും ഒരിക്കലും ഒരു മതം വേണ്ടെന്ന് പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയെ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നത്. അതൊക്കെ വലിയ തെറ്റാണ്. പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രേമിക്കാം, വിവാഹം കഴിക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ പ്രേമിക്കേണ്ടത്. നമുക്ക് ഒരു ഫ്രീഡം തരുന്നുണ്ടോന്ന് ആദ്യം ചിന്തിക്കണം. ഫ്രീഡം മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് പറയാൻ കഴിയണം. എനിക്ക് വേണ്ടത് ഇതാണ്, എനിക്ക് ഇഷ്ടം ഇതാണ്, എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കാനും അവർ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെ വേണം നിങ്ങൾ പ്രേമിക്കാൻ. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരുത്തിനെ പ്രേമിച്ചു ഞാൻ ജീവൻ ഒടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ജീവൻ ഒടുക്കുക. ആർക്ക് പോയി? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പോയി. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് വർഷം പോലും ആയിട്ടില്ല, 1 വർഷം പോലും കഴിഞ്ഞിട്ടില്ല, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ.
കുറച്ച് ദിവസങ്ങളാകുമ്പോഴേക്കാണ് അവർ വീട്ടിൽ വന്നിട്ട് പെണ്ണ് ചോദിച്ചിരിക്കുന്നത്. പെണ്ണ് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു, അതായത് ചെക്കന്റെ വീട്ടുകാർ, റമീസിന്റെ വീട്ടുകാർ പറഞ്ഞു മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ കുട്ടിയുടെ അടുത്ത് ഇവര് ചോദിച്ചു നിനക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അവരുടെ ബ്രദർ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, രജിസ്റ്റർ മാരേജ് ചെയ്യാം, നിങ്ങളുടെ ചടങ്ങ് നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങളുടെ ചടങ്ങ് വേണം ഞങ്ങൾ കഴിക്കാം. പറ്റില്ല, അവള് മതം മാറണം, പൊന്നാനി പോകണം, 2 മാസം ഇരിക്കണം, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. എന്തിനാണ് ഇത്രയും കർശനമായിട്ട് പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓരോരുത്തർ ജനിക്കുന്നത് ഇപ്പൊ ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു പോയി, ഒരു മുസ്ലിം ഫാമിലി ജനിച്ചു പോയി, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. ഈ റമീഷിനെ പോലുള്ള വ്യക്തികൾ മുസ്ലിം യുവതികളെ സ്നേഹിക്കട്ടെ. എത്രയോ ശരി, എത്രയോ മുസ്ലിം യുവതികളില്ല ഇവിടെ. ഈ കൊച്ചിനെക്കാളും കാളം ഭംഗിയുള്ള കുട്ടികളില്ലേ? അവരെ സ്നേഹിച്ചൂടെ? അത്രയും തീവ്രത തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ആളാണെങ്കിൽ മുസ്ലിം യുവതിനെ സ്നേഹിക്കണമായിരുന്നു. അവള് കല്യാണം കഴിച്ചാൽ മതിയല്ലോ. ഈ ക്രിസ്ത്യനെ പോയി പ്രേമിച്ചിട്ട് വീണ്ടും ഈ മതപരിവർത്തനമൊക്കെ നടത്തണം എന്ന് എന്തിനിപ്പോ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവും. ഈ കുട്ടിയുടെ ബ്രദർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു നോക്കാട്ടോ. 1 വർഷം കഴിയുമ്പോൾ ജാതി മാറി കല്യാണം, ഇവിടെ എൻഗേജ്മെൻറ്റ് പരിപാടി ഞങ്ങളുടെ ഇത്, അവരുടെ രീതിക്ക് കല്യാണം, അവിടെ അത് കഴിഞ്ഞിട്ട് കല്യാണം. അതെല്ലാം തീരുമാനമായിട്ട് നിൽക്കുമ്പോഴാണ് ഇവനെ ലോഡ്ജിൽ നിന്ന് പിടിക്കുന്നത്. വേറൊരു പെൺകുട്ടിയായിട്ട് ലോഡ്ജിൽ നിന്ന് പിടിച്ച് അനാശാസ്യത്തിന് പിടിച്ചു. അങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഇനി ഞാൻ ജാതി മാറില്ല എന്ന് പറഞ്ഞു. ജാതി മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ്റെ ഉമ്മയുടെ മാപ്പയുടെ അടുത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൻ ഇങ്ങനെ പിടിച്ചു, ഇനി ഞാൻ ജാതി മാറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്തിനും ഞാൻ ജാതി മാറണേ, അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരുടെ വീട്ടുകാർ അപ്പം തന്നെ അവർക്ക് ദേഷ്യം വന്നു. 23-കാരുടെ അപ്പോ അവര് എല്ലാം ഓക്കെ ആക്കിയ ടൈമിലാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിൽ പിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ വേറെ കഴിയട്ടെ, വേറൊരു കുട്ടിയായിട്ട് ഒരു ലോഡ്ജില് ഇരുന്നൊരു വ്യക്തിയാണ് ഈ റമീസ്. എന്നിട്ട് പോലും ഈ കുട്ടിയെ വേണ്ട വെക്കാൻ പറ്റണില്ല ഈ കുട്ടിക്ക്. അത്രയും അവൻ എന്താ പറയാ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്ന് പറയാം. ഞാൻ ഒരു കാര്യം പറ്റേ, ഇന്ന് അവനെ ലോഡ്ജിൽ നിന്ന് പിടിച്ചു, നാളെ പിടിക്കുന്ന വല്ല റെഡ് സ്റ്റേറ്റിൽ നിന്ന് വരികയും. അതെ അതെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ ഇവനെ മതി എന്ന് പറയും. എന്തായാലും ആ കുട്ടി ചെയ്ത് വലിയ മണ്ടത്തരായി പോയി. മനസ്സിലായില്ലേ? ഇവനെ പോലുള്ളവർക്കൊക്കെ വേണ്ടിട്ട് ഒരു ജീവൻ എടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ ജീവൻ എന്ത് വിലയുള്ളത്, എന്ത് വില കുട്ടി കൽപ്പിച്ചിട്ടുള്ളത്? ജീവനോട് ഇരിക്കാൻ നമുക്ക് ചോദിക്കായിരുന്നു. നമുക്കത് ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള ഒരു നല്ലൊരു കുട്ടിയില്ലേ കാണുമ്പോ. അതെ, നല്ലൊരു ഇതായിട്ടുള്ള ഓജസ്സും തേജസ്സും ഉള്ള കുട്ടി. മനസ്സിലായില്ലേ? ഭയങ്കര സങ്കടമായി പോയി. ന്യൂസ് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി പോയി. അതാണ് നമ്മള് റിയാക്ട് ചെയ്യാനല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇനിയുള്ള മക്കളൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് പറയാട്ടോ. ഇതില് ഈ കുട്ടിയുടെ കൂട്ടുകാരി കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, അത് കേട്ട് നോക്കാം. വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കുകയും തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിന്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നാൽ അടിച്ചെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ മൈൻഡൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു, എന്നിട്ടാണെങ്കിൽ അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ വേണ്ടി എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നും ഇല്ല. മനസ്സിലായല്ലേ? റൂമിൽ പൂട്ടിട്ട് സൽക്കരിക്കാൻ നിൽക്കുകയാണ്. റൂമിൽ പൂട്ടിയിട്ടിട്ട് സൽക്കരിച്ചിട്ട് എന്താ കാര്യം? സ്വർണ്ണക്കൂട്ടിൽ കിടക്കുന്ന കിളിയാണെങ്കിലും ബന്ധനം 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 തന്നെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരിക്കലും ഒരാളെയും നമുക്ക് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കേസൊന്നുമില്ല കേട്ടോ. വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ഇറങ്ങിപ്പോയി. അപ്പോൾ അപ്പയും ഉമ്മയും പുറകെ ഓടി. അപ്പോഴത്തേക്കും ഇവളെവിടെ കൊണ്ട് ആക്കിയെന്നാണ് പറഞ്ഞത്. ആക്കി പിറ്റേ ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസത്തെ അന്നത്തെ കാര്യം പറയുന്നത്. അപ്പോഴത്തേക്കും അന്ന് കണ്ടപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ഇങ്ങനെ എന്നെ മതം മാറണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രേരിപ്പിക്കല. മതം മാറണം എന്ന് പറഞ്ഞാൽ അവർ പ്രേരിപ്പിക്കുക പൊന്നാനി കൊണ്ടേ ആക്കാം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും അവൾ പറഞ്ഞിട്ട് എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞ്. അപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ അടിമാലിക്ക് കൊണ്ടുപോകും. എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആ കുട്ടി രജിസ്റ്റർ മാരേജ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അത്രയും പറയാനുള്ള കാര്യം ഇവന് ഇപ്പൊ ഇമ്മോറൽ ട്രാഫിക്കിൽ അറസ്റ്റ് ചെയ്തു. നാളെ അവനെ അറസ്റ്റ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്നായിരിക്കും. അപ്പൊ കല്യാണം കഴിഞ്ഞാലെങ്കിലും അവൻ ഇത്തിരി നന്നാവും എന്നുള്ള വിശ്വാസത്തിലാണ് കുട്ടി പറയുന്നത്. വേഗം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് മതം മാറില്ല, അങ്ങനെ ഇതായില്ല, കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം. അതായത് ഇപ്പൊ കറന്റ് 2 മാസം ഞാൻ ഇവിടെ വിട്ടു നിന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാന്നുള്ളവരെ അറിയാത്തതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇപ്പൊ മാറുന്നില്ല, 2 മാസം അതായത് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞത്. അതിനുള്ള സമയം ഇവര് കൊടുത്തിട്ടില്ല. നമ്മളിപ്പോ ലവ് മാരേജ് ചെയ്യുന്നു, വേറെ കാസ്റ്റിൽ നിന്ന് കൊണ്ടുവരുന്നു, അതിന് നമ്മൾ വേറെ കാസ്റ്റിലേക്ക് പോകുന്നു, എന്തോ ആയിക്കോട്ടെ, എന്തിനും ഒരു ടൈം കൊടുക്കണം. ഒരു മനുഷ്യനല്ലേ അല്ലേ? 23 വർഷം വരെ ചർച്ചിൽ പോയി കർത്താവേന്ന് വിളിച്ചത് ഒരു നിമിഷം കൊണ്ട് അള്ളാന്ന് വിളിക്കണമെങ്കിൽ വല്ല പാടുണ്ട്. അത് അവനവനേക്ക് വരണം. അത് ആ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ റമീസ്
റമീസ് ഞാൻ പറഞ്ഞല്ലോ, റമീസിന്റെ ഒക്കെ ഒരിക്കലും ഈ കുട്ടി ക്രിസ്ത്യനിലേക്ക് വരുമോ എന്ന് പറഞ്ഞാൽ റമീസ് വരുമോ? റമീസിനെ കൊണ്ട് പറ്റുമോ? റമീസിനെ വല്ല സെബാസ്റ്റിനോ വല്ല വേറെ എന്തെങ്കിലും തോമസിനോ എന്തെങ്കിലും പേര് നൽകിയിട്ട് റമീസെ നീ കർത്താവിനെ വിളിക്കുന്ന പറഞ്ഞ റമീസ് കേൾക്കുമോ? വിളിക്കാൻ കഴിയില്ല, ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ അത് കഴിയില്ല. നമുക്ക് നമ്മൾ ജീവിച്ച് വന്ന രീതി അങ്ങനെയാണ്. പെട്ടെന്നൊന്നും നമുക്ക് അതിലോട്ട് ഏതിലോട്ടാണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ആ സമയം കൊടുക്കണമായിരുന്നു. നിങ്ങൾ സമയം കൊടുത്തിരുന്നെങ്കിൽ ഈ കുട്ടി ഇന്ന് ജീവിച്ചിരുന്നേനെ. കുറച്ച് കാര്യങ്ങളൂടെ കേട്ടു നോക്കാം. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റമീസിന് ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എടി ശരിയാത്തില്ല, നമുക്ക് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൾ ആലുവയിൽ പോയിട്ട് ഈ കുട്ടിയുടെ ഭർത്താവ് കൂടിയിട്ട് അവരുടെ അവിടെ രജിസ്റ്റർ മാരേജ് കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് ഏകദേശം റെഡി ആയിരിക്കുമ്പോഴാണ് റമീസിന് ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ടായിരുന്നു. അപ്പോ എടി ശരിയാവില്ല, എനിക്കൊന്ന് ആലുവയിൽ പോകണം, എന്റെ അച്ഛനെ കാണണം, എന്റെ വാപ്പയെ കാണണം, എന്റെ ഉമ്മയെ കാണണം, അവരെയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാം, അവർ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് കൊണ്ടുവരും. വാപ്പയും ഉമ്മയും എല്ലാവരും കുടുംബക്കാരും സഹിതം നമുക്ക് രജിസ്റ്റർ മാരേജ് അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞ് സോനാപ്പിനെ നിർബന്ധമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക. ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് അവൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ സോനാപ്പിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ്. ആ കുട്ടിക്ക് ഈ റമീസിന്റെ വീട്ടിൽ പോകാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ എന്തിനാ മോളെ നീ ആ റമീസിന്റെ പിന്നാലെ പോയത്? വീട്ടിലല്ല, അവനെ സ്നേഹിച്ചത് വലിയ തെറ്റാണ്. മനസ്സിലായല്ലേ? ഇങ്ങനെ ഒരു മക്കളും ഒരിക്കലും ഞാൻ പറ്റേ നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ മതത്തെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ആളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ, അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ മതത്തിലേക്കോ അവർ നിങ്ങളുടെ മതത്തിലേക്കോ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. നിങ്ങളെ സ്നേഹിച്ചവർ എന്ത് കണ്ടിട്ടാണ്? നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാണോ, നിങ്ങളുടെ മതം കണ്ടിട്ടാണോ, അല്ല നിങ്ങളുടെ നിലപാട് കണ്ടിട്ടാണോ? അതോ അത് ചോദിക്കുക, നീ എന്ത് കേട്ടോ എന്നെ സ്നേഹിച്ചതെന്ന് ചോദിക്കുക. സ്നേഹിച്ചത് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് മാരേജിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ബായ്. അത്രേ ഉള്ളൂ ജീവിതം. ഒരാളെ സ്നേഹിച്ചു, ഒരാളെ തന്നെ കല്യാണം കഴിച്ചു, ഒരാളൊപ്പം തന്നെ ജീവിക്കുന്നത് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ നോക്കൂ. നിങ്ങളുടെ അതേപോലെ ഒരുവിധം പ്രായമായിട്ടൊക്കെ കഴിക്കൂ കേട്ടോ. 15-നും 16 വയസ്സിലൊന്നും കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ 18 തികയട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കല്യാണം മാത്രമല്ല ജീവിതം. കല്യാണം കഴിഞ്ഞാൽ അവിടെ നിന്ന് ജീവിതം അങ്ങനെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ചെറുതായിട്ട് കല്യാണം കഴിച്ച ആൾക്കാരാണ്. മനസ്സിലായല്ലേ? അത് അനുഭവിച്ചത് കൊണ്ടാണ് ഇത്രയും നിങ്ങളടുത്ത് മുന്നിൽ നിന്നിട്ട് എടുത്തു പറയാനുള്ള കാരണം. ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കല്ലേ, ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും. ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ദൈവം നമുക്ക് അതിനുള്ള സഹനശേഷിയും കൂടെ തരണം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നന്നായി തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇതുപോലെ ഇരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കും എന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ കല്യാണത്തിന് ശേഷം പ്രസവമുണ്ട്, കുട്ടികളാവും, ആ കുട്ടിയെ വളർത്തണം. ഒരു കുട്ടിയെ എങ്ങനെയാണ് ഒരു കുട്ടിയെ കയ്യിൽ വാങ്ങണമെന്ന് അറിയില്ല. എനിക്ക് പ്രസവിച്ച് പറയുമെങ്കിൽ ഒരു കുട്ടിയെ എങ്ങനെ ഏറ്റു വാങ്ങണം എന്ന് അറിയാത്ത പ്രായത്തിൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടിയായിരുന്നു. ആ കുട്ടി ഇപ്പൊ 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്, അത് വേറെ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെറുപ്രായത്തിൽ നിങ്ങൾ ആരും കല്യാണത്തെ കുറിച്ച് ചിന്തിക്കണം. അത് നിങ്ങളുടെ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച ഒരു ഭാഗത്ത് ഒരു പ്രേമിച്ചോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പ്രേമമൊന്നും തെറ്റല്ല, ഒരു പ്രായത്തിൽ വരേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു പ്രായത്തിൽ പ്രേമം വന്നില്ല വിഷയം. പ്രേമിക്കുക, നല്ല രീതിക്ക് പ്രേമിക്കുക. മനസ്സിലായല്ലേ? എന്നിട്ട് നിങ്ങൾ ഒരു പ്രായത്തിൽ എത്തുമ്പോഴും അതേ പ്രേമം നിങ്ങളുടെ രണ്ടുപേർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കല്യാണമായിട്ട് പ്രപ്പോസ് ചെയ്ത് വീട്ടിൽ പറഞ്ഞ് സമ്മതിച്ച്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. സമ്മതിച്ചില്ല അതൊക്കെ വേറെ. പക്ഷെ ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ സപ്പോർട്ടെങ്കിലും നിങ്ങൾക്ക് വേണം. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കൈപ്പ് വേണം. മനസ്സിലായില്ലേ? മതം മാറാൻ പറയുമ്പോഴേക്കും പോയി മതം മാറി, പിന്നെ അവന്റെ വീട്ടിലെ പോയി അടിമപ്പണി ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കാനാണോ നമ്മളൊക്കെ എന്താ പറയാ ജനിപ്പിച്ചു വിട്ടത്? ഒരു നിലപാട് വേണ്ടേ നമുക്ക്? പേരൻസിന്റെ മനസ്സിൽ എത്രത്തോളം കൺസെപ്റ്റ് ഉണ്ടെന്ന് അറിയോ ഈ മക്കളെ പറ്റിയിട്ടുള്ളത്? അപ്പൊ അതൊക്കെ നമ്മൾ പറയാൻ തീരെ യോഗ്യതയില്ലാത്തവരാണ്. പക്ഷെ എന്നാലും നമുക്കത് അമ്മമാരുടെ എല്ലാ പ്രതീക്ഷയും തകർത്ത ആൾക്കാരാണ് ഞങ്ങള്. മനസ്സിലായില്ലേ? എനിക്ക് ഒരുപാട് ഇപ്പൊ വിഷമിക്കുന്നുണ്ട് ഞങ്ങള്, തീർച്ചയായിട്ടും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷത്തോടെയാണ്, വളരെ സ്നേഹത്തോടെയാണ്. ഞങ്ങളുടെ ജീവിതം ആരും ഒരു പ്രചോദനമാക്കി എടുക്കരുത്. അത് ഞങ്ങൾ എപ്പോഴും പറയാം, ഒരിക്കലും ഞങ്ങളെ പഠിക്കല്ലേ എന്നാണ് ഞങ്ങൾ പറയാറ്.
ഇപ്പൊ പലരും പറയും ഒന്നില്ലെങ്കിൽ ഒരുമിച്ച് അമ്പലത്തിൽ പോകാൻ പറ്റണം, അല്ലെങ്കിൽ ഒരുമിച്ച് ചർച്ചിൽ പോകാൻ പറ്റണം, അല്ലെങ്കിൽ ഒരുമിച്ച് പള്ളിയിൽ പോകാൻ പറ്റണം. രണ്ടുപേർ രണ്ട് വഴിക്ക് പോകുന്ന ആൾക്കാര് കൂടുതലും കല്യാണം പ്രേമിക്കാതിരിക്കുക. പ്രേമമാണല്ലോ ഇതിലേക്ക് എത്തിക്കണം, കല്യാണത്തേക്ക് എത്തിക്കണം. അപ്പൊ എന്തായാലും അറിയാലോ, പ്രേമിക്കുന്ന കാലത്ത് തന്നെ അറിയാലോ ഇപ്പൊ ഏതാ ജാതി മതം, അങ്ങനെയുള്ളവര് ജാതി മതവും കുലവും ഒക്കെ അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, അയാളുടെ രീതിക്ക് ഇരിക്കുന്നുണ്ട്, മുസ്ലിമാണ്, ഭാര്യന്റെ ക്രിസ്ത്യനാണ്, അവരവരുടെ രീതിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതായത് നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ പള്ളിയെയും നിങ്ങളുടെ വാപ്പാനെയും ഉമ്മാനെയും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ അവരെയൊക്കെ ഒരു ഭാഗത്ത് നിർത്തി നിങ്ങൾക്ക് അങ്ങനെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് പറ്റില്ലെങ്കിൽ ഈ പരീക്ഷ പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ എന്താ പറയുക സംസാരം കേട്ട് അവരുടെ ആ ഒരു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള ആ ഒരു വർത്തമാനം തന്നെ മാറി വന്നാലും നമ്മുടെ ആ ഒരു പാസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ വന്ന വഴി ഉണ്ടല്ലോ, അതൊരിക്കലും ആരും മറക്കില്ല. നമ്മൾ എത്ര തന്നെ നല്ല രീതിക്ക് കോടീശ്വരനായിട്ടിരുന്നല്ല, അവനെ കഴിച്ചതില്ലേ ആ കുട്ടിനെയാണ് കേട്ടാ. അവനൊരു മതമാണ്, അവൻ കഴിച്ചത് വേറെ മതത്തിലുള്ള കുട്ടിനെയാണ്. ആ ഒരു പേര് നമുക്ക് മരിച്ചാലും മാറില്ല. ഒരു 10 തലമുറയെങ്കിലും ഉണ്ടാവും. അവന്റെ മുതുമുത്തപ്പൻ ചെയ്തത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്നുള്ള കാര്യം. അതാണ് നമ്മുടെ സമൂഹം. നമ്മൾ മതം മാറി തലയിൽ തട്ട് കൊട്ടു, അല്ലെങ്കിൽ ചർച്ചിൽ പോയി പള്ളിയിൽ പോയിട്ട് കർത്താവേന്ന് വിളിച്ചു അമ്പലത്തിൽ പോയി കുറിയിട്ടിട്ട് ശിവനെയും പാർവതിയും മറ്റേ കൃഷ്ണനെയും എല്ലാരെയും വിളിച്ചാലും നമ്മൾ എന്തായാലും ജനിച്ചത് അവൻ ഇങ്ങനെയായിരുന്നു ജനിച്ചത്, അവൻ പോയി മാറിയിട്ട് ഇതായിരിക്കുന്നു എന്ന് പറയുള്ളൂ. അതൊന്നും തെറ്റായിട്ട് ഞാൻ പറയല്ല, അതെല്ലാം നമ്മുടെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഫാക്ട് പറഞ്ഞാണ്, നമ്മൾ ആരായിട്ട് ജനിച്ചാലും ആരിലേക്ക് മാറിയാലും നമ്മൾ ആ ജനം അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മുടെ പാരന്റ്സിനെ മാറ്റാൻ പറ്റും നമുക്ക് നമ്മളിപ്പോ ഒരു ക്രിസ്ത്യനിലേക്ക് മാറി എന്റെ അപ്പൊ പാരന്റ്സിനെ മാറ്റാൻ പറ്റുമോ? ഇനിഷ്യൽ ഇടാൻ പറയുമ്പോ നമ്മളെ ഇനിഷ്യന്റെ സ്ഥലത്ത് നിന്നിടാൻ പറ്റില്ല. പേരന്റ്സിന്റെ പേര് മാറ്റാൻ പറ്റില്ല, നമ്മുടെ ജാതി മാറ്റാൻ പറ്റില്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോ നമുക്ക് ഗസ്റ്റിലേക്ക് കൊടുത്ത് ഗസ്റ്റ് ഓഫീസിലേക്ക് കൊടുത്ത് മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്തെന്നെയാണെങ്കിലും നിങ്ങളുടെ പേര് ജനിച്ചപ്പോ നിങ്ങൾക്ക് ഇട്ട പേര് ആരെങ്കിലും എവിടെയെങ്കിലും വിളിക്കണ കേട്ടാൽ നിങ്ങൾ അറിയാതെ തിരിഞ്ഞു പോകും. നിങ്ങളെ ആയിരിക്കില്ലേ വിളിക്കുക, വേറെ ആയിരിക്കും വിളിക്കുക, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെറുപ്പം തൊട്ടിട്ടേ ആ ഒരു രീതിയിലാണ് വളർന്നത്. ആരുടെയും തെറ്റല്ല അത്, ആ വളർന്ന രീതി തെറ്റല്ല. നമ്മൾ അങ്ങനെ ജനിച്ചു വളർന്നു, നമ്മുടെ പാരന്റ്സ് അങ്ങനെ വളർത്തി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മരണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ അമ്മയുടെ മുഖം ഒന്ന് ആലോചിക്കുക. എത്ര നൊന്ത് പ്രസവിച്ചിട്ടുണ്ടാവും അമ്മ, എത്ര ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിയെ പ്രസവിക്കാന്നുള്ള കാര്യം. മാത്രമല്ല വളർത്തി വലുതാക്കി 23 വയസ്സ് വരെ. അത് പിന്നെ അച്ഛനും അമ്മയും കൂടിയിട്ടാണല്ലോ വളർത്തലും വലുതാക്കലൊക്കെ. ഈ പ്രസവം എന്നുള്ള പ്രോസസ്സ് അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ചെയ്യുന്നതല്ല. അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഒരു കുട്ടിയെ പ്രസവിച്ച്. അത് നല്ല രീതിക്ക് അവർക്ക് കൈ വളരുന്നുണ്ടോ, കാര്യം ഒരു പ്രസവത്തിന് പോകുമ്പോ അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയായിരിക്കും, അവർ ചത്തിട്ട് ജീവിച്ചു വരികയാണ്. മനസ്സിലായില്ലേ? അവര് മരിച്ചിട്ടാണ് അവരൊരു ജന്മം കൊടുക്കുന്നത് ഒരു കുട്ടിക്ക്. ഒരു ജീവൻ വരുന്നത് സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഓരോ അമ്മയും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ അമ്മ ആലോചിച്ച് നോക്കുക, നമ്മുടെ അച്ഛൻ ആലോചിച്ച് നോക്കുക, നമ്മുടെ ബ്രദേഴ്സിനെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചാകുക എന്ത് ചെയ്യും. ഇത് ഇവരൊന്നും കുഴപ്പമില്ലെങ്കിൽ ഇവരെക്കാട്ടേക്ക് വലുത് കുറച്ച് മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളും മാത്രം പരിചയമുള്ള റമീസിനെ പോലത്തെ കുറച്ച് ആൾക്കാരെ ആണെങ്കിൽ നിങ്ങൾക്ക് വലുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി സൂസൈഡ് ചെയ്യുന്നതിന് നല്ലത്, പിന്നെ ജീവിച്ചത് കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ വ്ലോഗ് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. അതായത് ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ രണ്ടുപേരും ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കോഇൻസിഡന്റ് ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതില് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞങ്ങൾ സമയം ഒരുപാട് ഇതാക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത്. ഒരുപാട് വിഷമമുണ്ട്. ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയാൽ ഒരുപാട് വിഷമമുണ്ട്. ഇനി ഒരു കുട്ടികളും എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്തരുത്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ആലോചിച്ച്, അതായത് ഒരു തിരിച്ചുവരവില്ല. മനസ്സിലായില്ലേ? മരിച്ചതിന് ശേഷം ഞാൻ അവന്റെ ഒപ്പം പോയി ഇരിക്കും, അല്ലെങ്കിൽ അവനെ മരിച്ചതിന് ശേഷം ഞാൻ അവനെ വിളിച്ചിട്ട് വരും എന്നൊന്നും പറയാനൊന്നും നമ്മളൊക്കെ എഴുതിയൊന്നും വെച്ചിട്ടില്ല എവിടെയും. അതൊന്നും മനസ്സിലായില്ല. അപ്പൊ ഒരു തിരിച്ചുവരവില്ലാത്ത ഇതിലേക്ക് ആ കുട്ടി പോയിരിക്കുകയാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. തീർച്ചയായും അവൻ ചെയ്തത് എത്രയും വലിയ തെറ്റാണ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നില്ല. അതായത് അതൊക്കെ ഇവിടെ തെളിയിക്കാൻ നിയമവും പോലീസും
കോടതിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കുറ്റവാളിയാണെങ്കിൽ മാക്സിമം പണിഷ്മെന്റ് അവനിക്ക് കിട്ടണം. ഇങ്ങനെയൊന്നും ഈ മതഭ്രാന്ത് കിട്ടിയാൽ പോലെ അവന്റെ കുടുംബക്കാർക്കും അവന്റെ കൂട്ടുകാർക്കും കിട്ടണം. മനസ്സിലായില്ലേ? അല്ല, ഇങ്ങനെ ഒരു മതഭ്രാന്ത് ഇങ്ങനെ ഇനി ആരും ഇനി ജിഹാദ് എന്നുള്ളൊരു കേസ് നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഒരാൾക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും നിർത്താൻ പോവാണ്. അപ്പൊ ശരി.